ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ഇട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണല്ലോ. അന്നേരം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എന്നാൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: അരക്കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, അരക്കപ്പ് സ്വീറ്റ് കോൺ, അരക്കപ്പ് ഗ്രീൻ പീസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഗ്ലാസ് റവ, അതേ അളവിന് ഒരു ഗ്ലാസ് വെള്ളവും വേണം. ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 ചുവന്ന മുളക്, 2 പച്ചമുളക് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കടുക്, പിന്നെ പാചകത്തിന് കുക്കിംഗ് ഓയിലും വേണം. ഒരു കടായി അടുപ്പിൽ വയ്ക്കുക, അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക്, കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. എത്തുന്നതിനോടൊപ്പം തന്നെ അടുത്ത അടുപ്പിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ക്യാരറ്റ്, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ ഇവ മൂന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിനൊരു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ പച്ചക്കറിയിൽ പിടിക്കാൻ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കാം. അപ്പോഴത്തേന് ഇത് പെട്ടെന്ന് വേകുന്ന സാധനമാണ്. ഇത് മൂന്ന് ഗ്രീൻ പീസൊക്കെ പച്ചയായതുകൊണ്ട് പെട്ടെന്ന് വേകും. തീ കുറച്ചൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് കൊടുത്ത് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് വേകുമേ. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ല പച്ചക്കറി കഴിക്കാത്ത കുട്ടികളെയൊക്കെ ഇങ്ങനെ നമുക്ക് തീറ്റിക്കാം. അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കാത്തവർക്കാണെങ്കിൽ ഇതിൽ അല്പം നെയ്യോട് ഒഴിച്ച് കൊടുത്ത് വഴറ്റി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഗ്രീൻ പീസും എല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാരറ്റും പട്ടാണിയും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട്, ഇത് ഫ്രൈ ചെയ്ത റവയാണ്, റോസ്റ്റഡ് റവയാണ്. ഇതിട്ട് നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് നമുക്ക് വേണേൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ച് കൊടുത്താലും മതി. നന്നായിട്ട് ആ റവയിലും പച്ചക്കറിയിലും പിടിക്കും. ഇത് നന്നായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെയും പച്ചക്കറിയുടെയും എല്ലാം ഇത് ആ റവയിലൂടെ അങ്ങ് പിടിക്കും. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അടുത്ത അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഏത് പാത്രത്തിനാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ അളവ് വെള്ളം എടുക്കണം. ചിലർക്ക് ഉപ്പുമാവ് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് തരിത്തരിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അന്നേരം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. എപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കടുക് വറുത്തതിൻ്റെ അകത്ത് ചിലർ അങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളയ്ക്കുന്നുണ്ട് റവ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആ കടുക് വറുത്തതിൻ്റെ അകത്ത് റവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ഉപ്പുമാവിന്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ റവ ഇട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും നമുക്ക് പിന്നെ ഈ പച്ചക്കറിക്കുള്ള ഉപ്പിട്ട് കൊടുത്താണ്. മിച്ച ഉപ്പ് ഞാനിപ്പം ഇത് തിളച്ച വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ഈ കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഉപ്പ് പച്ചക്കറിക്കുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ചിട്ട് കുറേശ്ശെ വെള്ളം റവയുടെ മേളിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അല്പനേരം മൂടി വെക്കാം. അന്നേരമാണെങ്കിൽ റവ വെക്കും. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അഥവാ ഉപ്പറവാണെന്ന് ഈ തുപ്പി ഒന്ന് സ്പ്രിങ് ചെയ്ത് കൊടുന്ന് ഇങ്ങനെ മണ്ടയ്ക്ക് തൂവിക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഒന്നുകൂടി ഒന്ന് മൂടി നമുക്ക്. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടയടച്ച് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കളർഫുള്ളായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ വെജിറ്റബിൾസ് ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കുട്ടികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുക. എന്നിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.